എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ചെയ്യണത്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാനല്ല, നമ്മുടെ ഹെയറിലാട്ടോ നമ്മൾ ചെയ്യണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് തീരെ ഉള്ളില്ലാണ്ട്, അതേപോലെ ഒരു തിളക്കൊന്നും ഇല്ലാണ്ട്, മുടി തീരെ ഒരു എന്താ പറയുക ഹെൽത്തി അല്ലാത്തൊരു ലുക്കായിട്ടിരിക്കില്ലേ. നമ്മുടെ മുടി നന്നായിട്ട് കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത മാതിരി നല്ല സ്മൂത്തനായിട്ട്, നല്ല സ്ട്രെയിറ്റ് ആയിട്ട്, അതേപോലെ നല്ല ഉള്ളോടുകൂടി നമ്മളെ ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എന്താ പറയുക സ്ട്രെയിറ്റനിങ് അല്ലെങ്കിൽ സ്മൂത്തനിങ് ക്രീമാണ് നമ്മൾ വീട്ടിൽ റെഡിയാക്കുന്നത്, ഒരു കെരാറ്റിൻ ക്രീമൊക്കെ. അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ്, ജസ്റ്റ് ഒരു 3 ഇൻഗ്രീഡിയൻസ് മതി, നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു ക്രീം റെഡിയാക്കിയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നല്ല കിടിലൻ റിസൾട്ടാണ്. നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ വീക്കിലി വൺസോ ഒക്കെ ചെയ്യാം. പിന്നെ ഞാനിത് അമ്മൂട്ടിയുടെ ഹെയറിൽ കാണിക്കണത്, എനിക്ക് കുറച്ച് ജലദോഷത്തിനൊക്കെ പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ഹെയറിൽ ഇടുന്നില്ല. പിന്നെ അമ്മൂട്ടിയുടെ ഹെയറിൽ കാണിക്കുന്നതുകൊണ്ട് ഇത് കുട്ടികൾക്ക് ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ കുറച്ച് മുതിർന്ന കുട്ടിയാണ്, 10 വയസ്സായ കുട്ടിയാണ്. അപ്പോൾ ചെറിയ ഉണ്ണികൾക്കൊന്നും ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ണികൾക്കൊക്കെ ജലദോഷം കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത് മുതിർന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത്. മുതിർന്നവർ മീൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പരിചയമുള്ള കുട്ടികളോട് തുടങ്ങിയിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇത് മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും, മുടിക്ക് നല്ലൊരു ഉള്ളിൽ വെച്ചൊരു ലുക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണുമ്പോൾ മനസ്സിലാവും. അതേപോലെ തന്നെ മുടി ഒരു പരിധി വരെ സ്ട്രെയിറ്റ് ആവാനും നല്ല തിളക്കമുണ്ടാവും, നല്ലൊരു ഗ്ലോയിങ് ഹെയർ ആയിരിക്കും. അതേപോലെ നല്ല എന്താ പറയുക ഉള്ളു തോന്നിക്കും. പിന്നെ നമുക്കിത് ചെയ്യുന്നതിലൂടെ നമുക്ക് ഗ്രോത്ത് വരാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ്, വളരെ ഈസിയാണ്, പൈസ ചിലവൊന്നുമില്ല, സിമ്പിളാണ്. അടുക്കളയിൽ നിന്ന് കിട്ടുന്ന 3 കാര്യം മതി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് അമ്മൂട്ടിയുടെ ബിഫോർ കേട്ടോ മുടി. അപ്പോൾ അമ്മൂട്ടി ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ദിവസം എണ്ണ തേച്ച് കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലയിൽ നിറയെ എണ്ണയുണ്ട്. പിന്നെ നന്നായിട്ട് മെടഞ്ഞ് വെച്ചത് കൊണ്ട് മുടി ആകെ ഇങ്ങനെ ചുരുണ്ടിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എണ്ണയുള്ളത് കൊണ്ട് മുടിക്ക് ഒരു ഭംഗിയില്ല, ഒരു ജീവനില്ലാത്ത പോലെ ഇരിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ വളരെ നല്ലൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസം നമുക്ക് ഈ മുടിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ മുടി നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ജസ്റ്റ് സ്ട്രൈറ്റനിങ് അല്ലെങ്കിൽ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഗ്രോത്തിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല, പക്ഷെ ഇത് ഗ്രോത്തിനെ കൂടി പ്രൊമോട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുട്ടിക്ക് കാണിച്ചതുകൊണ്ട് കുട്ടികൾക്ക് ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, കാരണം കുട്ടികൾക്ക് പെട്ടെന്ന് ജലദോഷം കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഇത് മുതിർന്നവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിനായിട്ട് വേണ്ടത് കൂവപ്പൊടി ഇല്ലേ, നമ്മുടെ ആരോ റൂട്ട് പൗഡർ, അതാട്ടോ. അപ്പോൾ നമുക്ക് വളരെ തുച്ഛമായ വില കൊടുത്താൽ നമുക്ക് കിട്ടുന്നതാണ് ഈ കൂവപ്പൊടി. ചിലപ്പോൾ ചിലരുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാവുകയും ചെയ്യും, നമ്മൾ വീട്ടിലൊക്കെ പൊടിക്കുന്നവരാണെങ്കിൽ. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. അതായത് നമ്മുടെ ഇപ്പോൾ ഹെയർ എത്രത്തോളം നീളമുണ്ട്, ഇപ്പോൾ എത്ര ആൾ ഉപയോഗിക്കുന്നുണ്ട്, അതൊക്കെ അനുസരിച്ചിട്ട്. ഓക്കെ. അതിനുശേഷം നമുക്കിതൊരു പാനിലേക്ക് കൂവപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ വെള്ളമാണ് എടുക്കുന്നത്, കാരണം അമ്മൂട്ടിയുടെ മുടി ഒരു ഓയിലി ഹെയർ ആയതുകൊണ്ട് ഇങ്ങനെ ഡ്രൈ ഫ്രിസി അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വെള്ളം മതി. നമുക്ക് ഭയങ്കര ഡ്രൈ ആണ്, ഫ്രിസി ഹെയർ ആണെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലോ പാലോ എടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടിലേതെങ്കിലും ആണെങ്കിലും എടുക്കാം. ഭയങ്കര ഫ്രിസി ഇങ്ങനെ ചുരുണ്ട് കയറി നിൽക്കുന്ന മുടി അല്ലെങ്കിൽ ഭയങ്കര പരുക്കനായിട്ടുള്ള മുടിയൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് നേരെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം, കാരണം പെട്ടെന്ന് കട്ടയായി കഴിഞ്ഞാൽ അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇതൊരു ലൂസ് കൺസിസ്റ്റൻസി ആക്കിയിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെക്കുക. എന്നിട്ട് ഇത് വല്ലാണ്ട് അടി പിടിക്കാൻ പാടില്ല. നമ്മൾ ഉണ്ണികൾക്കൊക്കെ കുറുക്കുണ്ടാക്കില്ലേ, ആ രീതിക്ക് നമ്മളിത് കുറുക്ക് മാതിരി തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. അതിന് ശേഷം നമ്മളിത് ഒരു ബൗളിലേക്ക് മാറ്റുക. ശരിക്കും പറഞ്ഞാൽ ഈ കുറുക്ക് ഒരു കുറച്ച് ചൂടാകുമ്പോൾ എല്ലാം മിക്സും കൂടി ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചാൽ മതി. 2 ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുകൊണ്ട് സെപ്പറേറ്റ് കാണിക്കണമെന്ന് മാത്രം. നമ്മളിത് നേരെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് പിന്നെ വേണ്ടത് എഗ് വൈറ്റ് ആണ്. അപ്പോൾ എഗ് വൈറ്റ് നമുക്കറിയാം മുടിക്ക് എത്ര നല്ലതാണ്, മുടി നല്ല സ്ട്രെയിറ്റ് അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ഒക്കെ ആവാനായിട്ട്. പിന്നെ നമ്മൾ ഈ കുറുക്കിയെടുക്കുമ്പോൾ ഇത് വല്ലാണ്ട് കട്ടയാവരുത് കേട്ടോ. കട്ടയായി കഴിഞ്ഞാൽ മുടിയിൽ ഒന്ന് കഴുകി കളയാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം പോലെ വേണം. എഗ് വൈറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, കുട്ടികൾക്ക് മിക്കവാറും ജലദോഷവും പനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. കുറച്ച് നേരം തലയിൽ വെക്കണ്ടേ. പിന്നെ നമുക്ക് വേണ്ടത് സബോള, അതായത് സവാള, ഒണിയൻ. അപ്പോൾ അത് ഒരെണ്ണം മുഴുവെടുത്തിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട്, വേറെ വെള്ളമൊന്നും വേണ്ട, നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ സവാളയുടെ ജ്യൂസായിട്ട് ഒഴിക്കാം. ജ്യൂസ് എടുത്തിട്ട് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ. ഞാനിപ്പോൾ അതങ്ങനെ തന്നെ എല്ലാം കൂടി അടിച്ചെടുക്കുക ചെയ്യണേ. സവാളയുടെ സ്മെല്ലുണ്ടാവും നമ്മൾ മുടിയിൽ ഇത് അപ്ലൈ ചെയ്യണമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഷാമ്പു ഉപയോഗിക്കണം കഴുകാനായിട്ട്. അപ്പം എന്തായാലും നമുക്കിത് അമ്മൂട്ടിയുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഞാനിത് നമ്മുടെ നിലാസ് ഹെർബ്സിന്റെ ഷാമ്പും കണ്ടീഷണറും ഉപയോഗിച്ചിരുന്നു. കാരണം അവളുടെ മുടിയിൽ എണ്ണ ഉണ്ടായിരുന്നു. എണ്ണ പെരട്ടൊന്നും വേണ്ട കേട്ടോ. ഇത് മുന്നേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തല കഴുകിയപ്പോൾ എണ്ണ അധികം കളയാത്തതുകൊണ്ട് എണ്ണ ഉണ്ടായിരുന്നതാണ്. അപ്പം മുടി ഏകദേശം ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ടേ ഉള്ളൂ. കുളിച്ച വശമാണ്. അപ്പം തന്നെ നമുക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ട് കാണാം. അപ്പം നിങ്ങൾക്ക് ഷാമ്പും കണ്ടീഷണറൊക്കെ ഉപയോഗിക്കാം കേട്ടോ. കാരണം ഒരു സ്മെല്ലുണ്ടാവും സബോളയുടെ. അപ്പോൾ ഇതാ നമ്മുടെ മുടി നല്ല രീതിക്ക് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും മുടി നല്ലോണം ഉള്ളു വെച്ച മാതിരി പഴയ ആ ഒരു നമ്മൾ കണ്ടതിൻ്റെ ഇന്ന് വ്യത്യസ്തമായി നല്ല തിക്നെസ്, അതുപോലെ തന്നെ നമുക്കൊരു ഗ്ലോസി, അതായത് ഒരു ഗ്ലോയി ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് മുടിക്ക്. അതുപോലെ തന്നെ നമുക്ക് മുടി നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നല്ല മാനേജബിളായി, നല്ല സോഫ്റ്റ്, നമുക്കൊരു കെരാറ്റിനൊക്കെ ചെയ്ത മാതിരിയും നല്ല സ്മൂത്തനിങ് ഒക്കെ ചെയ്ത മാതിരി നിൽക്കുന്നുണ്ട്. പിന്നെ മുടിയുടെ തുമ്പൊക്കെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എത്ര ആൾക്കിത് വർക്കാവുമെന്ന് അറിയില്ല, പക്ഷെ എനിക്കും അമ്മൂട്ടിക്കും നല്ല വർക്കായിട്ടുണ്ട്. ഞങ്ങൾ വേറെ മുടിയൊന്നും ഉള്ളിൽ വെച്ചിട്ടില്ല കേട്ടോ, അവളുടെ മുടി തന്നെയാണ്. എന്താ വെച്ചാൽ അങ്ങനത്തെ കമൻറ്റുകൾ നമുക്ക് ഇതുപോലത്തെ ഹെയറിൻ്റെ വീഡിയോയിൽ വരാറുണ്ട്. വിഗാണ്, അല്ലെങ്കിൽ ഇതാ കുട്ടിയല്ല വേറെ കുട്ടിയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഡിഫറൻസ് കാണാൻ പറ്റും. കൂവപ്പൊടി നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാനും അതേപോലെ ഇങ്ങനെ ഉപയോഗിക്കാനും നമ്മുടെ സ്കിൻ കെയറിനും നല്ലതാട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. കാരണം ഏതെങ്കിലും ഒരു രീതിക്ക് നമ്മൾ ഉപയോഗിക്കും. ഉള്ളിലേക്ക് കഴിച്ചിട്ടാണെങ്കിലും അതേപോലെ ഇങ്ങനെ ഹെയറിലോ സ്കിന്നിലൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ കൂവപ്പൊടി സ്കിന്നിന് എങ്ങനെ ഉപയോഗിക്കുന്നുള്ള നമ്മൾ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ. കാരണം കുറേ പേരുടെ വീട്ടിൽ സ്ഥിരമായിട്ടൊക്കെ ഉള്ളതായിരിക്കും. നല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നല്ല കാര്യമാണ്, നല്ല ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമുക്കിത് നല്ല ഈസി ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. പിന്നെ കുട്ടികളിലും ആരും പരീക്ഷിക്കരുത്. കാരണം ഞാനത് കാണിച്ചു എന്ന് വെച്ചിട്ട് ചിലർ പരീക്ഷിക്കേ ജലദോഷപ്പനി വന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ പരിപാടി കണ്ടല്ലോ, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം. നല്ല അടിപൊളിയാണ്, ശരിക്കും അമേസിങ് റിസൾട്ടാണ്. നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും വർക്കാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഹെയർ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് അറിയുള്ളൂ. എനിക്ക് നല്ല വർക്കായിട്ടുണ്ടായിരുന്നു, അമ്മൂട്ടിക്ക് നല്ല വർക്കായിട്ടുണ്ട്, നിങ്ങളിപ്പോൾ കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് വർക്കായതുകൊണ്ടും അമ്മൂട്ടിക്ക് വർക്കായതുകൊണ്ടും എനിക്കിതിൽ ഈ സംഭവം ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ടുകൾ നല്ല ഗ്ലോ, അതുപോലെ തന്നെ നല്ലൊരു സ്ട്രെയിറ്റ് ഹെയർ. ഇപ്പോൾ അവൾക്ക് നമ്മൾ ഷാമ്പൂ ഇട്ടിട്ടാണ് കഴുകിയത്. അപ്പോൾ കഴുകിയത് ഞാൻ എടുത്തില്ല കേട്ടോ, ഞാൻ എന്നെ കുളിപ്പിച്ച, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു വീട്ടിൽ, അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. ആ ഒരു പോർഷൻ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കുളിച്ച് ഒന്ന് തല തോർത്തിയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചത്. പിന്നെ അപ്പോൾ ഷാമ്പൂ ഉപയോഗിച്ചു, നിലാസ് ഹെർബ്സിൻ്റെ ഷാമ്പൂ ആണ് ഉപയോഗിച്ചത്, പ്ലസ് കണ്ടീഷണർ. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ സബോള ചേർക്കുന്നതുകൊണ്ട് സ്മെല്ല് വരും, ഒരു ചെറിയ സ്മെല്ലുണ്ടാവും. പക്ഷെ നന്നായിട്ട് ഷാമ്പൂ ഉപയോഗിച്ച് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ആ സ്മെല്ലുണ്ടാവില്ല കേട്ടോ. പിന്നെ നമുക്കിതിൽ സബോള ജ്യൂസ് ചേർക്കാം, അല്ലെങ്കിൽ അരച്ച് ചേർക്കാം. ഞങ്ങൾ മൊത്തത്തിൽ അരക്കുകയാണ് ചെയ്തത്. ഒരു സബോള ഫുൾ എടുത്തു, കാരണം അവൾക്ക് നല്ല ഹെയർ ഉണ്ടല്ലോ അതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നമുക്ക് എത്രത്തോളം വേണം, എത്ര ആൾ ഉപയോഗിക്കുന്നുണ്ട് അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വർക്കാവുന്ന ഒരു ക്രീമാണ് എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പ്രസൻറ്റ് ചെയ്യണത്. എനിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് വർക്കായി, എനിക്കും എൻ്റെ മോൾക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. പിന്നെ ഞാനിതിൽ സ്ട്രെയിറ്റനിങ് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മൾ ബിഫോർ കാണിച്ചപ്പോൾ മുടി ഇങ്ങനെ ചുരുണ്ടിട്ടാണ്, കാരണം അവളുടെ മുടിയിൽ നിറയെ എണ്ണ ഉണ്ടായിരുന്നു. പിന്നെ മുടി മെടഞ്ഞ് വെച്ചിട്ടുള്ള ചുരുളിച്ച നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഭവം ചെയ്തിട്ട് നമ്മൾ മുടി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഉള്ള ലെങ്ത്തിനേക്കാൾ നല്ല ലെങ്ത്തായിട്ട്, അതായത് നമ്മൾ മുടി സ്ട്രെയിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര ചുരുണ്ട് കയറിയ മുടിയാണെങ്കിലും നല്ല ലെങ്ത്തായിട്ട് ഫീൽ ആവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ മുടി സ്ട്രെയിറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. മുടി ഇങ്ങനെ ചുരുണ്ട് കയറി നിൽക്കുന്ന മുടി നന്നായിട്ട് സ്ട്രെയിറ്റ് ആയ മാതിരി നമുക്ക് നല്ല ഇറക്കം ലെങ്ത്ത് വരും. പിന്നെ ചെറിയ കുട്ടികൾക്ക് ചെയ്യരുത് കേട്ടോ. ചെയ്യരുത് മീൻസ് അവർക്ക് പെട്ടെന്ന് ജലദോഷവും, നമുക്കിതൊരു വെള്ളം കൺസിസ്റ്റൻസി അല്ല കുറച്ച്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിരുന്ന് ഉണങ്ങണം. തലയിൽ ഉണങ്ങാൻ മീൻസ് ഒരു 20-25 മിനിറ്റേലും വെക്കണം. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ മോൾക്ക് കാണിച്ചുകൊണ്ട് കുട്ടികൾക്ക് കാണിക്കണമെന്ന് ഇല്ല കേട്ടോ. മുതിർന്നവർക്ക് വേണ്ടിയിട്ടാണ്, നല്ലൊരു ഭംഗിയായിട്ടൊക്കെ മുടി കെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതൊക്കെ ചെയ്ത് പരിചയമുള്ളവർക്കാണെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.